നമുക്കിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നത്തിങ്ങിൻ്റെ പുതിയ സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ 2 രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് രണ്ടെണ്ണവും അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ നത്തിങ്ങിൻ്റെ രണ്ട് ഫോണുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഒന്ന് ഇതുപോലെ ലൈറ്റ് ഗ്രേ കളറും അതുപോലെ ഒന്ന് വൈറ്റ് കളർ വേരിയന്റ്. നോക്കി ഇതിന്റെ ബോക്സ് കാണാൻ ഭയങ്കരമായിട്ടുള്ള ചന്തമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. രണ്ട് ബോക്സ് ഇതുപോലെ തന്നെ നോക്കി വളരെ കനം കുറഞ്ഞ രണ്ട് കുഞ്ഞൻ ബോക്സുകൾ. ഈ ഒരു നത്തിങ് ബ്രാൻഡ് പുറത്തിറക്കുന്ന പ്രോഡക്റ്റുകളുടെ ഗുണം നമുക്ക് അവ പൊട്ടിക്കാനായിട്ട് ഇതുപോലെ കത്തിയൊന്നും വേണ്ടത്. ഈ ഒരു ചുവപ്പ് ഭാഗം ഇതുപോലെ വലിച്ച് ഇങ്ങനെ കയറിയാൽ മതി. ഇനി ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഊരി മാറ്റാം, മറ്റേ പകുതി ഇങ്ങനെ മാറ്റാം. ഇനി ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇരിക്കുന്നത് കാണാം. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് സിം ഇജക്ടർ പിൻ. ഈ സിം ഇജക്ടർ പിൻ നോക്കി അതിനുപോലും ഉണ്ട് നല്ല പ്രത്യേകത. നോക്കി നല്ല ഭംഗിയുള്ള സിം ഇജക്ടർ പിൻ. പിന്നുള്ളത് ഇതുപോലെ ഒരു C2C കേബിളാണ്. ഇവിടെ ഡിസൈൻ ബൈ നത്തിങ് എന്ന് എഴുതിയ ഒരു പേപ്പർ. ഇതിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവൽ. അപ്പോൾ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. ഈ ഒരു റാപ്പർ പോലും പേപ്പറാണ്. അതിവിടെ ഇങ്ങനെ പിടിച്ച് ഇളക്കാം. ഇനി ഒരു കളർ വേരിയൻ്റ് കൂടി ഉണ്ട്. അതുകൂടെ നമുക്കിത് ഇങ്ങനെ വലിച്ച് കീറി പൊട്ടിക്കാം. അതിനകത്തുള്ള ബോക്സ് ഇതുപോലെ സെയിം തന്നെയാണ്, വൈറ്റ് ബോക്സ്. പക്ഷെ ഫോണിൻ്റെ കളറിനകത്ത് ഇതുപോലെ വ്യത്യാസമുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഏതാണ്ട് സെയിം സിം ഇജക്ടർ പിൻ, അതുപോലെ USB C2C കേബിൾ, അതെല്ലാം വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ. ലൈറ്റ് ഗ്രേ കളർ വേരിയൻറ്റ് മേടിച്ചാലും ആക്സസറീസിന് കളർ വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഫോൺ വെളിയിലേക്ക് എടുക്കാം. ഇതിൻ്റെയും പേപ്പർ സ്ട്രിപ്പ് ഇതുപോലെ വലിച്ചിളക്കണം. അപ്പൊ ഇരിക്കുന്നു നത്തിങ് ഫോൺ 2 ഡാർക്ക് കളറും വൈറ്റ് കളറും. ഇവിടെ നമ്മുടെ ഈ ഒരു മേശപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നത്തിങ് ഇതുവരെ പുറത്തിറക്കിയ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കും. നത്തിങ് നമുക്കറിയാം ആദ്യം പുറത്തിറക്കിയത് അവരുടെ നത്തിങ് ഇയർ 1 എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് നത്തിങ് ആക്ച്വലി ഇവരുടെ നത്തിങ് ഫോൺ 1 എന്ന് പറയുന്ന ഫോൺ പുറത്തിറക്കി. അതിനുശേഷം നത്തിങ് ഇയർ സ്റ്റിക്ക് 1 പുറത്തിറക്കി. പിന്നീട് നത്തിങ് ഇയർ 2 പുറത്തിറക്കി. ഇപ്പോൾ അതിന്റെ ബ്ലാക്ക് കളർ വേരിയന്റ് പുറത്തിറക്കി. അതിനുശേഷമാണ് ഇപ്പോൾ നത്തിങ് ഫോൺ 2 പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നത്തിങ് ഫോൺ 2 വൈറ്റും ഈ പറഞ്ഞ ഒരു ലൈറ്റ് ഗ്രേ കളർ വേരിയന്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഇത്രയും നത്തിങ്ങിന്റെ പ്രോഡക്റ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം ഈ പറഞ്ഞ ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫോൺ 1 ആണ് എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത്. വലത്തെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഇരിക്കുന്നത് ഫോൺ 2 ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ തോന്നുകയില്ലെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പണ്ട് നമ്മൾ ബാലരമയിലേക്ക് നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ രണ്ട് ഫോണുകൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു നത്തിങ് ഫോൺ 2ലേക്ക് വന്നപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഭാഗത്ത് ഒരു അല്പം കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ നത്തിങ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നത്തിങ് ഫോൺ 1 കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരുന്നു ബാക്കെങ്കിൽ ഫോൺ 2ലേക്ക് വരുമ്പോൾ ആ ഒരു എഡ്ജസ് ഇത്തരത്തിൽ കർവ്ഡ് ആയി നൽകിയിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഹോൾഡിംഗ് കുറച്ചും കൂടെ കംഫർട്ട് നൽകുന്നുണ്ട്. കയ്യിൽ ആ ഒരു ഷാർപ്പ് എഡ്ജ് തട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നത്തിങ് ഫോൺ 1ന്റെ കേസിൽ അങ്ങനെയല്ല. ഒരു ഷാർപ്പ് എഡ്ജസ് നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ആ ഒരു കർവ്ഡ് ബാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സുഖമുണ്ട് പിടിക്കാൻ. അങ്ങനെ ഈ 4 ഭാഗങ്ങളും കർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഫോൺ 2ലേക്ക് വന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ മെറ്റാലിക് ഫ്രെയിമിന്റെ തിക്നെസ് കുറയ്ക്കാൻ നത്തിങ്ങിനായി എന്നുള്ളതാണ്. അപ്പോൾ നത്തിങ് ഫോൺ 1നേക്കാളും കുറച്ചുകൂടി തിക്നെസ് കുറവാണ് ഇവിടെ നത്തിങ് ഫോൺ 2ന്റെ ഈ ഒരു മെറ്റാലിക് ഫ്രെയിം. ഈ ഒരു ഫോൺ, അതായത് നത്തിങ് ഫോൺ 1 ആയാലും ഫോൺ 2 ആയാലും നമ്മൾ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് പറയേണ്ടി വരും. ഒരു ഐഫോൺ ഒക്കെ കയ്യിൽ പിടിക്കുന്ന ഫീൽ നമുക്ക് ഇവിടെ നത്തിങ് ഫോൺ 2ന്റെ കേസിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ഞാൻ നത്തിങ് ഫോൺ 1ന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മെറ്റാലിക് ഫ്രെയിം എന്ന് പറയുന്നത് റീസൈക്കിൾഡ് അലൂമിനിയം കൊണ്ടാണ് നത്തിങ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫോൺ 1നെ അപേക്ഷിച്ച് ഇവിടെ ഫോൺ 2ന് കുറച്ചും കൂടി ഒരു ഡിസ്പ്ലേ സൈസ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറാൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫോൺ 2 അധികം ഇല്ലെങ്കിൽ ഒരു അല്പം വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൺ 1നേക്കാൾ കുറച്ചുകൂടി ഒരു വെയിറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ 2ൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നത്തിങ് ഫോൺ 1 മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായത് ഇതിന്റെ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് കൊണ്ടായിരുന്നു. അത് ഇവിടെ നത്തിങ് ഫോൺ 2ലും ഇത്തരത്തിൽ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് ഇവിടെ ഫോൺ 2ൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫോൺ 2ലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് നമുക്ക് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫോൺ 2ന്റെ പ്രത്യേകത. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇതുപോലെ ഗ്ലിഫ് ഇന്റർഫേസിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് 3 ലെവലിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ സാധിക്കും എന്നുള്ളത് ഇവിടെ ഈ ഒരു ഫോൺ 2ന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ഇവിടെ നത്തിങ് ഫോൺ 1നെ അപേക്ഷിച്ച് ഈ ഒരു നത്തിങ് ഫോൺ 2ലെ ഗ്ലിഫ് ഇന്റർഫേസിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറച്ച് കൂടുതലുണ്ട്. നമ്മൾ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. ഫോൺ 1 ആണ്
എൻ്റെ ഇടത് സൈഡിൽ ഇരിക്കുന്നത് ഈ ഒരു ഭാഗം ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നെങ്കിൽ അതുമൊക്കെ ഇതുപോലെ പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി എന്തിനാണ് ഇത്തരത്തിൽ ഈ പല പീസസ് ആക്കി മാറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ഉപയോഗമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് വഴി നമുക്ക് ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നമുക്ക് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ നോക്കാതെ നമ്മൾ ഫോണിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് കമഴ്ത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ നോക്കി തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. നമ്മൾ യൂബറിലോ സൊമാറ്റോയിലോ ഒക്കെ നമ്മൾ ഫുഡോ അല്ലെങ്കിൽ കാറോ ഒക്കെ ബുക്ക് ചെയ്തിരുന്നാൽ ആ ഒരു വാഹനം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് വരുന്നതിന്റെ ഒരു പ്രോഗ്രസ് നമുക്ക് ഈ ഒരു ലൈൻ സ്ട്രിപ്പിൽ ഇതുപോലെ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ പ്രോഗ്രഷൻ ആണ് ഇത്തരത്തിൽ ആ ഒരു ലൈറ്റിലൂടെ നമ്മളെ അറിയിക്കുന്നത്. ഇത് ഇവിടെ വന്ന് മുട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന യൂബർ അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി നമ്മളുടെ വീടിന്റെ മുന്നിൽ എത്തി എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരും. നമ്മളുടെ വോളിയം ലെവലൊക്കെ ഈ ഒരു ഇൻഡിക്കേറ്റർ വഴി നമുക്ക് ഇതുപോലെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ വന്നിട്ട് ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 30 സെക്കൻഡിന്റെ ടൈമർ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൺ താത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടൈമർ ഓടി തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമറിന്റെ പ്രോഗ്രഷൻ പോലും നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ നിന്ന് അറിയാമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുമ്പോഴും ഒക്കെ അത് നത്തിങ് ഫോൺ 1 ഒക്കെ ഉണ്ട്. ആ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ, ചാർജിങ് എത്രത്തോളം പെർസെന്റേജ് ആയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോൺ എപ്പോഴും അതിന്റെ ഡിസ്പ്ലേ അൺലോക്ക് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഗ്ലിഫ് ഇന്റർഫേസിൽ നിന്ന് അറിയാം. അത് ഫോൺ 1 നിന്ന് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുമുണ്ട് നത്തിങ് ഫോൺ 2. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലേക്ക് വന്ന മറ്റൊരു ഓപ്ഷനാണ് റിംഗ് ടോൺ കമ്പോസിംഗ്. നമുക്കറിയാം നത്തിങ് ഫോൺ 1 2 നമ്മുടെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസും അതനുസരിച്ച് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ കമ്പോസ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു മികച്ച രീതിയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇവിടെ റെക്കോർഡ് ബട്ടൺ കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമ്പോസ് ചെയ്ത് അത് പ്ലേ ചെയ്ത് കേട്ട് നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ഇതുപോലെ റിംഗ് ടോണുകൾ നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യാനും സാധിക്കും. ഓർക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നോക്കിയ ഫോണിലൊക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുടെ കീ നോട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായി റിംഗ് ടോൺ കമ്പോസ് ചെയ്തിരുന്ന ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ഇൻവോക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസിൽ അതിന്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓക്കെ ഗൂഗിൾ വാട്ട്സ് വെദർ റൈറ്റ് നൗ കണ്ടില്ലേ, നമ്മളുടെ ആ സംസാരിക്കുന്ന രീതിയൊക്കെ ഇവിടെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് പ്രോംപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് വഴി കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫോൺ 1 നിന്ന് ഫോൺ 2 വരുമ്പോൾ ഇത്തരത്തിൽ ഗ്ലിഫ് ഇന്റർഫേസിലേക്ക് മാത്രം മാറ്റമേ ഉള്ളൂ എന്ന്. അല്ല, ഒരുപാട് മറ്റ് ഇന്റേണൽ വ്യത്യാസങ്ങളും ഫോൺ 2 നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻ സൈസ് ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നപ്പോൾ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. 6.55 ഇഞ്ചിൽ നിന്ന് 6.7 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നത്തിങ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 120 ഹെർട്സിന്റെ ഹൈ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതും കൂടാതെ ഇപ്പോൾ ഈ ഒരു ഫോണിൽ LTPO ടെക്നോളജി ഉള്ള റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, നമുക്ക് റിഫ്രഷ് റേറ്റ് കുറഞ്ഞിരിക്കേണ്ട സമയങ്ങളിൽ 1 ഹെർട്സ് വരെ താരും. 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ വേരി ചെയ്യുന്ന റിഫ്രഷ് റേറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ബാറ്ററി കൺസംപ്ഷൻ കുറയ്ക്കുന്നതിന് ആ ഒരു LTPO ടെക്നോളജി ഭയങ്കരമായി സഹായിക്കും. ഡിസ്പ്ലേയിൽ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 1 ലെഫ്റ്റ് പഞ്ച് ഹോൾ ആയിട്ടായിരുന്നു സെൽഫി ക്യാമറ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയി അത് സെന്റർ പഞ്ച് ഹോളിലേക്ക് മാറി. കാരണം ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും സെന്റർ പഞ്ച് ഹോൾ ആണ് സെൽഫി ക്യാമറ കൂടുതലും. എന്തായാലും ഫോൺ 2 അങ്ങനെ ഒരു മാറ്റം കാണാനുണ്ട്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് 1600 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. 1000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. പീക്ക് ബ്രൈറ്റ്നസ് 1600 നിറ്റ്സ് ഉണ്ട്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. OLED ഡിസ്പ്ലേ ആണ്. അതൊക്കെ പേപ്പറിൽ എഴുതി പറയാമെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ അതിമനോഹരമാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു വിഷയമില്ല. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഇനി ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ബെസലാണ്. കമ്പാരിറ്റീവ്ലി ഫോൺ 1 ബെസൽ കുറച്ചുകൂടി കുറച്ചിട്ടുണ്ട് ഫോൺ 2 എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. ഇതൊരു HDR10+ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നത്തിങ് നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് നത്തിങ് ഫോൺ 1 പോലെ തന്നെ സെയിം പൊസിഷനിൽ സെയിം രീതിയിൽ തന്നെയുള്ള ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. അത് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. അടുത്ത ഒരു വലിയ വ്യത്യാസം ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നിരിക്കുന്നത് ഇതിന്റെ പെർഫോമൻസ് സൈഡിലാണ്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസറാണ് ഇത്തവണ നത്തിങ് ഫോൺ 2 നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നത്തിങ് ഫോൺ 1 ഇത്തരത്തിൽ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നു നൽകിയിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 80% ഒരു പെർഫോമൻസ് ഹൈക്കിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസർ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു പെർഫോമൻസ് ജമ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫോൺ 1 നിന്നും വന്നിട്ടുമുണ്ട്. ഇനി ക്യാമറ സെറ്റപ്പിനെ പറ്റി പറഞ്ഞാൽ എല്ലാവരും ഫോൺ 2 പറ്റി കാത്തിരുന്നത് ഒരു 3 ക്യാമറയെങ്കിലും ഇത്തവണ ഉണ്ടാകുമെന്നാണ്. ഫോൺ 1 2 ക്യാമറകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഫോൺ 2 ആ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് 2 ക്യാമറകൾ തന്നെയാണ് നത്തിങ് നൽകിയിരിക്കുന്നത്. ഫോൺ 1 പോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, അതായത് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫോണിന്റെ സെൻസറിൽ ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നപ്പോൾ
മാറ്റം വന്നിട്ടുണ്ട്. സോണിയുടെ IMX890 എന്ന ഈ അടുത്തിടെ പല സ്മാർട്ട് ഫോണുകളിലും മികച്ച ക്യാമറ പെർഫോമൻസ് കാഴ്ചവെച്ച എനിക്ക് പേഴ്സണലി ഇംപ്രസ് ആയ ഒരു സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എടുത്തു പറഞ്ഞാൽ OnePlus 11, OnePlus Nord 3 തുടങ്ങിയ ഫോണുകളിൽ ഈ ഒരു സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സെൻസർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സെൻസറാണ്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്യാമറ സെൻസർ കൂടിയാണ് നത്തിങ് ഫോൺ 2 നൽകിയിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റിയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 4K 60 റെസൊല്യൂഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ അത് ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് സാമ്പിൾ ഫുട്ടേജുകളോ സാമ്പിൾ വീഡിയോകളോ ഒന്നും കാണിക്കാൻ സാധിക്കില്ല. ഇതൊരു ഇനിഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. നമ്മളുടെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. അത് എന്നാണെന്നുള്ള ഡേറ്റ് ഈ ഒരു ഭാഗത്ത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വന്നാൽ കൃത്യമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ പൊസിഷനിൽ മാത്രമല്ല മെഗാ പിക്സലിലും ഒരു അപ്ഗ്രേഡ് ഇവിടെ നത്തിങ് ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് പഞ്ച് ഹോളിൽ നിന്ന് സെന്റർ പഞ്ച് ഹോളിലേക്ക് സെൽഫി സെൻസർ മാറിയപ്പോൾ 16 മെഗാ പിക്സൽ ആയിരുന്ന സെൽഫി സെൻസർ ഇവിടെ വന്നപ്പോൾ അത് 32 മെഗാ പിക്സൽ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡും വന്നിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലും അപ്ഗ്രേഡ് നത്തിങ് ഫോൺ 2 വന്നപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ ഫോൺ 1 4500 mAh ബാറ്ററി മാത്രമായിരുന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 4700 mAh ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ സ്ലീക്ക് ബോക്സ് ആണ്. ഇതിനകത്തും ചാർജർ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നുണ്ട്. മാത്രമല്ല 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട്, അതുപോലെ 5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വയർലെസ് ചാർജർ പോലെ ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നത്തിങ്ങിന്റെയോ അല്ലെങ്കിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള മറ്റു ഇതുപോലെ ഹെഡ്സെറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്. ഇപ്പോൾ ഇതിനോടൊപ്പം വരുന്ന ചാർജറിന്റെ ഈ ഒരു ഭാഗം പോലും ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണ് നത്തിങ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. നത്തിങ് OS 2 ആണ് നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്ലീൻ യൂസർ ഇന്റർഫേസ് ഉള്ള സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലൊരു ബ്രാൻഡാണ് നത്തിങ്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നോക്കി വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് പോലും ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് എന്നുള്ളത് ഇതിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. ക്ലീൻ യൂസർ ഇന്റർഫേസ്. അതിനൊരു 100 മാർക്ക് നമ്മൾ നത്തിങ്ങിന് കൊടുത്തേ പറ്റൂ. അപ്പോൾ ആൻഡ്രോയിഡ് 13 നത്തിങ് OS 2 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് മേജർ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ആണെങ്കിൽ ആൻഡ്രോയിഡ് 16 വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. മാത്രമല്ല 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും നേരം നിങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നു എന്നുള്ളത്. ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നപ്പോൾ ഡിസൈനിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്റേണലി കുറെ കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈവൻ അതിന്റെ പ്രോസസറിൽ വേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നത്തിങ് ഫോൺ 2 പുറത്തിറക്കിയിരിക്കുന്നത്. പലരും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ധാരണ നത്തിങ് ഫോൺ 1 ഫോൺ 2 പോലെ ഇരിക്കുകയാണ്. ഞാൻ ഇവരുടെ മീറ്റിംഗിൽ ഞാൻ ഇവരോട് ചോദിച്ചു, നത്തിങ്ങിന്റെ ഇയർ 1 ശേഷം നത്തിങ് ഇയർ 2 പുറത്തിറക്കിയപ്പോഴും ഏതാണ്ട് ഡിസൈൻ ലാംഗ്വേജ് സെയിം ആയിട്ട് നിലനിർത്തി. അതുപോലെ തന്നെ നത്തിങ് ഫോൺ 1 നിന്ന് ഫോൺ 2 വന്നപ്പോഴും ഡിസൈൻ ലാംഗ്വേജ് ഏകദേശം ഒരു 90% വലിയ മാറ്റങ്ങളില്ലാതെ നിലനിർത്തുന്നത് എന്തേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു ഉത്തരമുണ്ട്. നത്തിങ് ഫോൺ 1 ഡിസൈൻ തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു നത്തിങ് ഫോൺ 1. അപ്പോൾ അവിടെ നിന്നൊരു മാറ്റം കൊടുത്തുകൊണ്ട് നത്തിങ് ഫോൺ 2 കൂടുതൽ മോശമാക്കാതെ ആ വിശ്വാസം ലഭിച്ച ആ ഒരു നത്തിങ് ഫോൺ 1 ഡിസൈൻ ഏറെക്കുറെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അവിടെ എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തണോ അതാണ് തങ്ങൾ നത്തിങ് ഫോൺ 2 വരുത്തിയിരിക്കുന്നതെന്നാണ് അവർ എന്നോട് പറഞ്ഞ മറുപടി. അത് ഏറെക്കുറെ ശരിയാണ്. നമ്മൾ നത്തിങ് ഫോൺ 2 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോണുകൾ പുറത്തിറക്കുന്ന ഐഫോൺ തങ്ങളുടെ 13 സീരീസിൽ നിന്ന് 14 സീരീസിലേക്ക് മാറിയപ്പോൾ എത്ര ഡിസൈൻ ചേഞ്ച് ഉണ്ടായി. അതുപോലെ തന്നെ സാംസങ് തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള S22 അൾട്രയിൽ നിന്ന് S23 അൾട്രയിലേക്ക് പോയപ്പോൾ എന്ത് വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ തങ്ങളുടെ 6 സീരീസ് ഫോണിൽ നിന്ന് 7 സീരീസ് ഫോണിലേക്ക് പോയപ്പോൾ എന്തുമാത്രം വ്യത്യാസം ഡിസൈനിൽ വരുത്തുന്നു. അങ്ങനെ ആ ഫേമസ് ബ്രാൻഡുകളൊന്നും അധികം വ്യത്യാസം വരുത്താതെ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് വ്യത്യാസം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഒരു എണ്ണം പറഞ്ഞ സ്മാർട്ട് ഫോൺ കൂടിയാണ് നത്തിങ് ഫോൺ 2 എന്ന പേരിൽ ഇപ്പോൾ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത്. ഓർക്കുക, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ മാത്രമാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് ചെയ്തത്. വരും ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസ്ഡ് റിവ്യൂ, ഇത് ഗെയിം കളിക്കുമ്പോൾ എങ്ങനെ, ഇതിന്റെ ഫോട്ടോഗ്രാഫി എത്രത്തോളം കൊള്ളാം, ഇതിന്റെ വീഡിയോഗ്രാഫി കൊള്ളാമോ, ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ, ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ടോ, ഗെയിം കളിക്കുമ്പോൾ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയാതെ ഇതിന്റെ യൂസ്ഡ് റിവ്യൂ നമ്മൾ ഉടൻ തന്നെ ചെയ്യും. ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിന്തുടരാം.